മായി, മായി കതിലൊന്ന് തുറക്കുന്നുണ്ടോ? മായി. ഗീതമേട്ടി രാവിലെ തന്നെ ഇവിടെ പോയിരുന്നു. ഞാൻ റൂമിലെല്ലാം അന്വേഷിച്ചു. ജോഗിങ്ങിന് ഈ വേഷത്തിൽ എന്തായാലും പോവില്ലല്ലോ. എന്തു പറ്റി? എം ജി റോഡിൻ്റെ അവിടെ നമ്മളൊരു ബിൽഡിംഗ് കെട്ടിപ്പോക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു ഷോപ്പിംഗ് മോള്. അത് ഇന്നലെ രാത്രി ഇടിഞ്ഞു വീണു. അയ്യോ, എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? രാത്രിയിലുണ്ട് ഒന്നും ആർക്കും പറ്റിയില്ലെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ 2-3 പേർക്ക് അപകടമുണ്ട്. പണിക്കാർ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിരുന്നു. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒരു പണിക്കരെ പോയി കാണാന്ന്. എന്റെ ലക്ഷ്മി, അവള് പോയതിനു ശേഷം ഈ കുടുംബത്തിന് നല്ലതൊന്നും നടന്നിട്ടില്ല. എന്റെ ലക്ഷ്മി, എന്റെ മഹാലക്ഷ്മി ആയിരുന്നു അവള്. അച്ഛൻ ഇതെന്താ ഈ പറയുന്നത്? ഈ കാലത്തിനനുസരിച്ച് പെരുമാറിക്കൂടെ? ഒരു അന്ധവിശ്വാസം കൊണ്ട് നടന്നോളും. അച്ഛ, ബിസിനസ് ആകുമ്പോൾ നഷ്ടവും ലാഭമൊക്കെ സംഭവിക്കുന്നത് സർവ്വസാധാരണ. 80-ാം നൂറ്റാണ്ടായാലും 25-ാം നൂറ്റാണ്ടായാലും ശാസ്ത്രത്തെ വിശ്വസിക്കാത്തവരൊന്നുമില്ല. ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വിശ്വസിക്കാം. നീ എന്നെ എതിർത്ത് സംസാരിക്കുന്നത് കണ്ടിട്ടാ നിന്റെ മോനും പഠിക്കുന്നതെന്ന് ആലോചിക്കണം. ഇപ്പൊന്നും ഞാൻ പറയുന്നതൊന്നും നീ തീരെ അനുസരിക്കുന്നില്ല. നിന്റെ ഭാവിക്കും കൂടി നിന്റെ മക്കളുടെ ഭാവിക്കും കൂടി ഞാൻ ഈ പറയുന്നത്. അച്ഛാ, ഞാൻ സംസാരിക്കാം. ഗൗതമേട്ട, അച്ഛൻ പറയുന്നതൊന്ന് കേട്ടൂടെ? വിശ്വസിക്കാതിരിക്കുന്നത് അത് ഏട്ടൻ്റെ ഇഷ്ടം. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കുന്നതെന്ന് എന്താ തെറ്റ്? നമ്മുടെ ഭാവിക്കും വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഈ പറയുന്നത്? ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും നീ സമ്മതിച്ചല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം, വൈകിക്കണ്ട. അമ്മേ, അച്ഛനും അച്ഛനും ഇങ്ങോട്ടാ, ഗൗരിയും കൂടി പോട്ടെ. അയ്യോ, ഗൗരിക്കുട്ടൻ പോയി അമ്മയോട് തനിച്ചാവില്ലേ? അവർ രണ്ടുപേരും അത്യാവശ്യ കാര്യത്തിന് പോവാം. പോയിട്ട് വേഗം വരും കേട്ടോ. എന്താച്ചാ നോക്കി നിൽക്കുന്നേ? വാ പോവാ. പോയി അയാള് പറയുന്ന പൂജ വഴിപാടൊക്കെ ചെയ്യാൻ നോക്കുക. അതിനു വേണ്ടിയാണല്ലോ വന്നത്. നീ ഒരുപാട് കളിയാക്കണ്ട. കബഡി നിരത്തില് ദോഷം മാത്രമേ കാണുള്ളൂ ഗണേശേ. പാപം ചെയ്തത് കാണുന്നു. 2 ആത്മാക്കളുടെ സാന്നിധ്യം നാം അതിൽ കാണുന്നുണ്ട്. ഒരിക്കലും തീരാത്ത ദോഷം മാണിക്യത്തറവാടിൽ നിന്ന് ഏറ്റിരിക്കുന്നത്. ഏയ്, എന്താ തിരുമേനി ഇത്? ഇതങ്ങ് പിടിച്ച്. ഇനി ദോഷമൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. എല്ലാത്തിനും പരിഹാരം തിരുമേനി പറഞ്ഞു തരില്ലേ? നോക്കി കൊച്ച, ഇപ്പൊ എല്ലാത്തിനും പരിഹാരം കിട്ടും. അച്ഛൻ്റെ ഒന്നും പറഞ്ഞില്ല. തിരുമേനി കണ്ടിന്യൂ. കൈക്കൂലി തന്ന് പാപം കളയാന്ന് വിചാരിക്കുന്നോ? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചെന്നെ തീർക്കണം. മാണിക്യത്തെ തറവാട് നശിക്കുന്നേ ചെയ്യുള്ളൂ. പരിഹാരമില്ല തിരുമേനി. ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും അച്ഛനും മോനും ചെയ്തതിന് പരിഹാരമില്ല. വിധിയെ തടുക്കാനാണ് ശ്രമിച്ചത്. ഇനിയും നീ വിധിയെ തടുക്കാൻ ശ്രമിച്ച മാണിക്യത്തെ തറവാട്ടില് ഒരു തരി പോലും അവശേഷിക്കില്ല. എല്ലാം ഇല്ലായ്മ ചെയ്യും. വിധിയെ എതിർക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അത് ഇനി ആവർത്തിക്കും. അച്ഛനിപ്പോ സമാധാനായില്ലേ? ആത്മാക്കളുടെ സ്ഥാനത്തെയും എല്ലാം നശിക്കുമെന്നും. ഉച്ചം. വിശ്വാസമില്ലെങ്കിൽ എന്നെ തേടി വരരുതായിരുന്നു. ഇനി ഈ വഴിക്ക് വരും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അവസാനായിട്ട് പറഞ്ഞേക്കാം, മകരമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ മാണിക്യം തറവാടിന്റെ വിധിക്ക് തുടക്കം കുറിക്കും. ഇങ്ങനെ പോയി തന്റെ അവസാനമായിരിക്കും. നാളും പേരും ജാതകമൊക്കെ നോക്കി പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. കയ്യിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. വല്ല പണിയെടുത്തും ജീവിച്ചൂടെ? അച്ഛൻ വരുന്നുണ്ടോ? ഡാ, തിരുമേനി ക്ഷമിക്കണം. അവന് അറിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ക്ഷമിക്കാൻ പറ്റില്ല. ഇനി ഈ വഴിക്ക് വരണ്ട. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. തന്റെ മകൾ തന്നെ തേടി വരാനുള്ള സമയമായി. പോയിക്കോളാം. മോനെ കയറി നീണ്ട തനിച്ചു കളിക്കുന്നേ. അമ്മ എവിടെ? അമ്മ തലചുറ്റി വീണ് വെച്ചാ അപ്പുറത്തെ വീട്ടിലെ അങ്കിളും ആന്റിയും വന്നിട്ടാ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അമ്മ ഇപ്പൊ ഇവിടെ റെസ്റ്റ് എടുക്കുക. തല വെട്ടി വീണെന്നോ? മായേ, 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 മായേ. എന്താ മായ ഇത്? എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കും നിന്റെ ശരീരം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും. സ്വന്തം കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ അല്ലേ? എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞേ? എനിക്കെന്താ ടെൻഷൻ അടിക്കാതെ കവിതേട്ടാ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നെന്ന് പറഞ്ഞു. എന്ത്? മോനെന്താ? എടാ, അവള് പ്രഗ്നന്റ് ആടാ. ശരിക്കും? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഐ ലവ് യു.
അച്ഛ വാവ വലുതായി കഴിഞ്ഞാ എന്റെ കൂടെ കളിക്കില്ലേ? പിന്നെന്താ, വാവ മോന്റെ കൂടെ കളിക്കുമല്ലോ അല്ലേ ചാരുട്ടി? വാവനെ നല്ലപോലെ നോക്കണം, എല്ലാ അപകടത്തിൽ നിന്നും വാവനെ രക്ഷിക്കണം. അതവരേട്ടന്റെ കടമ, കേട്ടോ? ഞാൻ എപ്പോഴും ചാരുവാവയുടെ കൂടെ ഉണ്ടാവും. ചാരുവാവെ ഞാനും വേദനിപ്പിക്കത്തില്ല, ആരും വേദനിപ്പിക്കാനോ പഠിക്കത്തില്ല. ചാരുവയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഈ ഏട്ടായി മേടിച്ചിടും. ഏട്ടായിയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചാരുവായ്ക്ക് പറയാട്ടോ. മകരമാസത്തിലെ രോഹിണി നക്ഷത്രം, എന്റെ മോള്, എന്റെ ഗായത്രി. അച്ഛൻ വീണ്ടും തുടങ്ങിയോ ആ പണിക്കര് പറഞ്ഞ ഓരോ വീട്ടിത്തോ കേട്ടിട്ട്? ഇതെന്റെ മോള് ചാരുലത്, അച്ഛന്റെ മോള് ഗായത്രിയല്ല. നീ വിശ്വസിച്ചാലില്ലെങ്കിലും ഇത് എന്റെ മോളാ. ഞാൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കൂ. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എനിക്ക് അവസരം തന്നിരിക്കാം. അച്ഛൻ എന്താ ഗൗതമേട്ട ഈ പറഞ്ഞിട്ട് പോകുന്നത്? അച്ഛന് ചിത്തഭ്രമ, പ്രായമായതിന്റെ പ്രശ്നം, അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. അല്ലടി വാവച്ചി. അച്ഛ വാവേനെ എന്റെ കയ്യിൽ തരോ, ഞാൻ എടുക്കട്ടെ? സൂക്ഷിച്ചു പിടിക്കണേ, സൂക്ഷിച്ചു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ ചാരു മോളെ അച്ഛൻ്റെ അടുത്തേക്ക് വാ, മോളെ വാ, വാ, ഓടി വാ. ചാർത്തുന്നു. എന്റെ മോള് ആ, എങ്ങോട്ട് ഓടുന്ന കുട്ടിയെ, നീ വീഴോ? കോളേജിൽ പോകാൻ സമയച്ച ഫസ്റ്റ് തന്നെ ഞാൻ നേരം വൈകും. മോൾക്ക് ഏട്ടന്റെ കൂടെ പോവാറുന്നല്ലേ, അച്ഛൻ കൊടുന്നാക്കി തരണോ? വേണ്ടച്ച, ഞാൻ പൊക്കോളാം. മോളെ ഗായു, നീ ഇതെങ്ങോട്ടാ? അവൻ വരും നിന്നെ തേടി. നീ ഇവിടുന്ന് എവിടേക്കും പോവാൻ പാടില്ല. നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം അച്ഛനും മരിക്കാൻ, സമാധാനമായിട്ട് മരിക്കാൻ. അച്ഛൻ ചെയ്ത തെറ്റ് അച്ഛൻ തന്നെ തിരുത്തും മോളെ. അച്ഛൻ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കൊച്ചിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ ഈ പറയുന്നത്? അത് ഗായുവല്ല, എന്റെ മോള് ചാരുവാ. അച്ഛൻ ഓരോ ദിവസം കഴിയുന്ന ഒരു ചിത്തഭ്രമം കൂടി വരാം. മായേ, മായേ. ഗൗതേട്ടാ എന്താ? അച്ഛൻ ആ റൂമിൽ പൂട്ടിയിടാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചാരുന്റെ അടുത്ത് പോലും അച്ഛനെ അടുപ്പിക്കരുത്. വിളിച്ചോണ്ട് പോ. ഞാൻ പോവാടാ. പക്ഷെ നീ ഓർത്തു വെച്ചോ, നീ ചെയ്യുന്നതിനൊക്കെ നീ അനുഭവിക്കും. ഞാൻ അനുഭവിക്കുന്ന പോലെ നിന്റെ മോളെ തേടി അവൻ വന്നിരിക്കും. വിളിച്ചോട് പോടിയല്ലേ. മോളെ, നീ അച്ഛൻ ചെയ്യുന്ന ശ്രദ്ധിക്കാൻ നിൽക്കട്ട. നീ കോളേജിലേക്ക് പോ. അവിടെ ഏട്ടനെ ആദ്യം കണ്ടോണം പോയിട്ട്. ചേട്ടാ, എനിക്ക് ചേട്ടനെ അറിയപ്പോലില്ല. എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നത്? എന്നെ ഒന്ന് വെറുതെ വിടൂ. അതെങ്ങനെ വെറുതെ വിടുന്നേ? എനിക്ക് കൊച്ചിനറിയാലോ, നമ്മുടെ മുൻജന്മ ബന്ധമല്ലേ. എടാ നോഹ, കൊച്ചിന് വെറുതെ വിട്ടേക്കടാ. എന്തിനാടാ പുതിയ പിള്ളേരെ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ഓ, എല്ലാവരുടെ അടുത്തും ഇതേ ഡയലോഗ് തന്നെയാണല്ലോ പറയുന്നേ. ചുമ്മാ നോഹ, ദേ അടിപൊളി ഒരു കൊച്ചു വരുന്നടാ. നോഹ, നിന്റെ നോട്ടത്ര ശരിയല്ലല്ലോ. അവളെ അങ്ങനെ നോക്കണ്ട കേട്ടോ. ഞാൻ വാണിംഗ് തന്നില്ലെന്ന് പറയരുത് എന്റെ അടുത്ത്. വേണ്ട മോനെ. ഇടാ ചുമ്മാ അറിയടാ, നിന്റെ പെങ്ങളെങ്ങാനാണോടാ അത്? ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി എന്നെ കുറ്റം പറയാൻ വരരുത്. കിട്ടേണ്ടത് മേടിച്ചു കൂട്ടിക്കോ. ഹേയ് ബേബികൾ, ഇവിടെ വാടോ. താനിത് എങ്ങോട്ടേ പോകുന്നേ?
നിൽക്കടോ. മാറി നിൽക്കാനോ? ഇത്ര നാളെ നിനക്ക് വേണ്ടി കാത്തിരുന്ന എന്നോട് നീ എന്റെ മുൻജന്മത്തിലെ പ്രണയിനിയല്ലേ? നിന്നെ കാണാൻ വേണ്ടി ഇത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. നമ്മുടെ പ്രണയം അത് പൂവണിയാൻ പോവാ. കഴിഞ്ഞ ജന്മത്തിൽ നടക്കാത്തത് ഈ ജന്മത്തിൽ നമുക്ക് നടത്തിയെടുക്കണം. എന്റെ സ്വന്തമാകാൻ നീ തയ്യാറല്ലേ എന്റെ പ്രണയിനി? നീ കൂടുതൽ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുക. ഐ ലവ് യു. ഞാനും. അയ്യോ, എന്റെ കണ്ണ് കാണുന്നില്ലടാ. അയ്യേ മേടിച്ച്. നന്നായി. നിർത്തടി ഗൗരി. അവന്റെ ഒരു കൊലച്ചെടി. സ്വന്തം അനിയത്തിയുടെ ഒരുത്തൻ അനാവശ്യം നിന്ന് വിളിച്ച് പറയുമ്പോ അത് കേട്ടിരുന്ന് ചിരിക്കുന്നോ? നാടല്ലേടാ നിനക്ക്? ഇതാണോ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ദേഷ്യപ്പെടാതെ ചാരു. നീ അവനിട്ട് കണക്കിന് കൊടുക്കുന്ന എനിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ അടങ്ങിയിരുന്നത്. കൈവിട്ടു പോകാണെങ്കിൽ കയറി ഇടപെട്ടാ മതിയല്ലോ. പിന്നെ ആ പോട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ നിന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ ചെല്ലണ്ടെന്ന്. അവൻ കേക്കണ്ടേ? സോറി. ഇവന്റെ സിസ്റ്റർ ഈ ചട്ടി നോക്കിയ തലയുള്ള പൊട്ടനോട് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ ഇതുപോലത്തെ കോഴിത്തം കൊണ്ട് നടന്നു കഴിഞ്ഞോ ആ കോഴിയെ വീട്ടിൽ നിർത്തുന്ന പട്ടിക്കിട്ട് കൊടുക്കുന്നു. അവന്റെ ഒരു മുൻജന്മം. എന്റെ കർത്താവേ. എടാ ഗൗരി, ആ പോയത് ഒരു ആറ്റം ബോംബാണെന്ന് മുന്നേ ഒന്ന് സൂചിപ്പിക്കാറുണ്ടല്ലോ നിനക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഈ കിട്ടിയതൊന്നും പോരേടാ. എടാ അവിടെ ഒരു പ്രത്യേക സ്വഭാവ. വീട്ടില് ഹാപ്പി ആയിട്ടും ജോളിയായിട്ട് ഇരിക്കെങ്കിലും പുറത്തിറങ്ങി ഇമാതിരി ഒരു മൊരട്ടത്തര കാണിക്കാം. അവൾക്ക് ബോയ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. വെറുതെ അവിടെ നിന്ന് മേടിച്ചു കൂട്ടണ്ട. തിരിച്ചടിക്കാൻ പോലും നിനക്ക് കഴിവില്ല. എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ എവിടെയോ കണ്ടുപരിചയമുള്ള പോലെ. അവളെ നിന്ന് എത്ര അടി കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ എന്തോ ആത്മബന്ധമുണ്ട്. അവസാനം നിന്റെ ശരീരത്തിൽ ആത്മാവുണ്ടായാൽ മതി. ചട്ടി കത്തിയ പൊട്ട. ചട്ടി തവിടുകൂടി അവത് നോക്കിക്കോ. വേസ്റ്റ് ഫെലോസ്. ചാരു, ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി നിനക്കെന്താ പരിപാടി? എന്ത് പരിപാടി? പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. ഞാൻ വീട്ടിൽ പോകാൻ നോക്കാം. നേരം വൈകി കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഏയ്, സോറി പറഞ്ഞിട്ട് എങ്ങോട്ട് പോവാ? ഏയ് നിക്കടോ. നേരത്തെ കിട്ടിയതൊന്നും പോലെ തനിക്ക് മാറിയിരുന്നോ? എന്റെ വക കൂടാതെ എന്റെ ഏട്ടന്റെ വകം തനിക്ക് കിട്ടും. തന്റെ സുഹൃത്തിലെ എന്റെ ഏട്ടൻ അറിഞ്ഞൂടെ? എന്റെ ഏട്ടനെ അറിയാം. എൻ്റെ ഏട്ടനെ നിന്നെ എനിക്കറിയാം. ചുമ്മാ നിന്നെ അവനെ കാണാൻ നിർത്തിയതാ. പൊക്കോ. എന്തായാലും എന്റെ കഥയിലെ നായിക നീ തന്നെയാ. പോകുന്നല്ലേ? എന്നോട് ഇനിയും ചേർന്ന് നിൽക്കണോ? അയ്യടാ, മാറി നിന്നെ എവിടെന്ന്. ചേർന്ന് നിൽക്കാൻ പറ്റിയ സാധനം. എന്റെ അടുത്തേക്ക് കാര്യം വന്ന ഇടിച്ച് ഞാൻ മൂക്കിട്ട് പാലം ഞാൻ കളയും. നോഹ മോനെ, എവിടെ തീർക്കും? നോഹ, എടാ അത് എവിടെയാ? നോ, ഇത് എന്റെ ചെറുക്കൻ തന്നെയാണോ ഇത്? നമ്മുടെ മോൻ നോഹ തന്നെയത്. വന്നപ്പോലെ എന്നെ സഹായിച്ചോണ്ടിരിക്കാം. എന്താ കാര്യം എന്നറിയില്ല. ഡാഡയുടെ പൊന്നാര മോനോട് ചോദിച്ചു നോക്ക്. മോനെ നോഹ, ആ നീ തന്നെയാണോ അത്? തിന്നാൻ പോലും കിച്ചണിലേക്ക് കയറാത്തവനാ. എന്താടാ നിന്റെ പ്രശ്നം? ഡാഡ, ഞാൻ എന്റെ മനസ്സിലെ നായികയെ കണ്ടെത്തി. എന്റെ സ്വപ്നങ്ങളിലെ എന്താ സുന്ദരി അവളെ ഞാൻ നേരിട്ട് കണ്ടു. ഡാഡാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവളെ വിളിക്കാൻ വല്ല ഐഡിയ പറഞ്ഞാ ഡാഡാ? പ്രേമത്തിന്റെ വാലും കൂടെ അറിയാത്തവളോട് ഒന്നും കൊണ്ട് ചോദിക്കുന്നത്. എന്തായാലും ഡാഡി പോനെ കണ്ടിന്യൂ. ഞാൻ പോകുന്നു. എന്തിനാണ് അവളെ കൊണ്ട് എന്തെങ്കിലും അപമാനിപ്പിക്കുന്നത്? ഇവിടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് നിന്റെ കൂട്ടുകാരന്മാർ ഒരുപാടില്ലേ? അവന്മാരോട് പോയി ചോദിച്ചൂടെ? എന്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എടാ, കൂട്ടുകാരന്മാരെല്ലാത്തിനും നല്ലത്. ഡാഡാ, പ്ലീസ് ഡാഡാ, ഹെൽപ്പ് മീ ഡാഡാ. എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട് ഗൗരി, അവന്റെ പെങ്ങളാ അത്. നാളേക്ക് തറവാട്ടിലെ ഗൗതമന് പോണോ? നീ ചെല്ല്, ഞാൻ നിനക്ക് പിന്നെന്തെങ്കിലും പറഞ്ഞുതരാം. ഡാഡ മറക്കരുത്, ഞാനിപ്പോ പോവാം. ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുകയാണല്ലോ.
നോക്കുമ്പോൾ എന്താണ് നമ്മളൊന്നും മൈൻഡ് തനിക്ക് വേറെ പണിയൊന്നുണ്ട്? ഉണ്ടല്ലോ. തന്റെ പുറകെ ഇങ്ങനെ നടക്കുക, തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക, തന്റെ അടുത്ത് സംസാരിക്കുക, അതല്ലേ. എനിക്കൊരു ബോഡി ഗാർഡായി. പിന്നെ ശമ്പളമൊന്നും പ്രതീക്ഷിക്കരുത്. ബോഡി ഗാർഡ്, സെക്യൂരിറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വിരോധമൊന്നുമില്ല. എടീ, കഴുത്തിലൊരു മിന്നി കിട്ടി എന്നേക്ക് തന്റെ കൂടെ നിൽക്കാൻ ഞാൻ. ഇനി അതിനും താല്പര്യമില്ലെങ്കിൽ പണമൊന്നും വേണ്ട, എനിക്ക് ഈ കവളൊരു ഉമ്മ തന്നാ മതി. You shut up, idiot. സൈലൻസ്, ഇത് ലൈബ്രറിയാണ്. നോഹ, ഡാ, എടാ എന്താടാ നീ പിണങ്ങിയിരിക്കയാണോ നോഹ? എന്ത് പറ്റി? നിന്റെ പുന്നാരനീതി അവൾ എന്നെ ഒരുപാട് വട്ടം കറക്കുന്നുണ്ട്. എനിക്ക് അവളെ വേണം. എടാ ഞാൻ അവളുടെ ഏട്ടനാ. അവളെ വേണമെന്ന് എന്നോട് എന്നെ പറയുന്നു. നാണമില്ലേ നിനക്ക്? ഗൗരി, സീരിയസ് ആയിട്ട് ചോദിക്കാം, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ചെറുക്കൻ നിന്റെ അന്തം കുന്തം പോയിരിക്കുകയാണോ? നീ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ലേ എന്നോ? എടാ ഞാൻ ആ ടൈപ്പ് ഒന്നല്ല. നീ ഇപ്പൊ എന്റെ പെങ്ങളെ വിട്ട് എന്റെ പിന്നാലെയോ? അയ്യേ, അതല്ലടാ. എടാ, ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് അല്ലേ? എന്റെ സ്വഭാവം നിനക്കറിയാലോ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ പെങ്ങളെ കെട്ടിച്ചെന്നാ എന്തെങ്കിലും വിരോധം ഉണ്ടോ നിനക്ക്? ചോദിക്കാനുണ്ടോ? വിരോധമുണ്ട്. എന്തിന്? വാ തുറന്ന പൊട്ടിത്തരം മാത്രമേ പറയൂ. നിന്റെ അമ്മ ഒഴികെയുള്ള ബാക്കി എല്ലാ പെണ്ണുങ്ങളോടും നീ മുൻജന്മ ബന്ധവും പറഞ്ഞു ചെന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കോഴികളുടെ രാജാവായ നിന്റെ കയ്യിൽ എങ്ങനെ ഞാൻ എന്റെ പെങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കും? നീ തന്നെ ആലോചിച്ച് നോക്ക്. ഗൗരി, നിനക്ക് അറിഞ്ഞൂടെ എന്നെ? ഞാൻ അങ്ങനെയൊക്കെ പറയെങ്കിലും ഒരു പെൺകുട്ടിയോടും തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല. ആദ്യം കൂടി ഡേറ്റിങ്ങിനും പോയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടാ എന്റെ സുന്ദരിയോട് മാത്രം അങ്ങനെ ഒരു തോന്നല് വന്നത്. അവളില്ലാതെ എന്തോ ഞാനൊന്നും അല്ലാത്തൊരു തോന്നല്. എനിക്ക് അറിയില്ലടാ എന്തുകൊണ്ടാണെന്ന്. അവളെ എനിക്ക് വേണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. സത്യമായിട്ടും ഒരു പെൺകുട്ടിയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നോഹ, എന്തുവാടാ ഈ കരയുന്നേ? കൊച്ചു പിള്ളേരെന്തി? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എടാ നിന്നെ എനിക്ക് അറിയാവുന്നല്ലേ. നീ ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ പഞ്ചപാവല്ലേ. എന്റെ പെങ്ങളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് എനിക്ക് ഒരു വിരോധമില്ല. അവൾക്ക് കൂടി ഇഷ്ടാവേണ്ടടാ. അവൾക്ക് ഇഷ്ടാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും സമ്മതം. പോടെ ഗൗരി ശങ്കര, ഞാൻ എത്ര പേടിച്ചെന്നറിയോ? അവളെ എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. നീയും എന്നെ ഇഷ്ടപ്പെടുത്തല്ലെന്ന് കരുതി ഞാൻ. കൈ തെറിപ്പിടിക്കുന്നോ? കൈന്ന് വരോ? അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ലെങ്കിലോ? ചേട്ടന്മാർ ഇവിടെ നിൽക്കുമ്പോ പൊന്നുമോള് ചേട്ടന്മാരെ മൈൻഡ് ചെയ്യാതെ പോവാണ്. ഞങ്ങളൊക്കെ ഒന്ന് മൈൻഡ് നിന്നൊക്കെ ഇതുപോലെ മൈൻഡ് ചെയ്താ പോരെ? ഇനിയും ഞാൻ മൈൻഡ് ചെയ്യണോ? എണ്ണടിക്കാൻ മാത്രം വളർന്ന നീ ഇനി ഇവിടുന്ന് എങ്ങനെ പോകുന്നെന്ന് എനിക്ക് അറിയണം. വാടി, വിടറ അവളേനെ. അയ്യോ, ഇതാരി വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ ഇവരറിയും. അവളെ വിടറ. ഈ തല്ലുവിളി തല്ലുവണ്ടി പോവും. തല്ലട അവനെ. ഇത് നോഹ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തല്ലു കൊള്ളുന്നവൻ തല്ലു കൊടുക്കുന്നു. അൺബിലീവബിൾ. ചാരു, വാ ഇവിടെ. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കട്ടെ അവളുടെ കൈ. കൈ പിടിക്കണ. കൈ എന്തിനു പിടിക്കണം? പെങ്ങളെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണില്ലേ? ഒന്ന് പരിചയപ്പെടാൻ വിചാരിച്ചെന്നല്ലോ. അതിന് ഇതൊക്കെ വേണോ? ഈ ചെറുക്കിന് എന്തിന്റെ കേടോ? ഞാൻ ഒന്നും ചെയ്തില്ല നോഹ. നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ, ബൈ. നോക്കി നിൽക്കാതെ വാടേ. എപ്പോഴും എനിക്കിങ്ങനെ തന്നെ രക്ഷിക്കാൻ വരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അയ്യോ, ഇതിപ്പോ എന്തിനാ? ഇതുപോലത്തെ തൊട്ടിത്തരം ഇനി എന്റെ അടുത്ത് കാണിക്കരുത്. സ്വയം തന്നെ ആളെ വിട്ടിട്ട് രക്ഷകന്റെ റോള് കൂടെ ഏറ്റെടുക്കുന്നു. എന്റെ മുന്നിൽ ഈ കളിയും കൊണ്ട് വരരുത് നീ.
ഇതെന്നെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൗരി. എന്നിട്ടും സാരമില്ലടാ, അവളൊരു ദിവസം റിഗ്രറ്റ് ചെയ്യും. അതിനു മുമ്പ് അവളെല്ലാം എന്നെ പല്ലടിച്ചു കൊഴിക്കും. അതൊരു നഗ്നമായ സത്യം. വിട്ടേക്കിടാ. നിന്റെ വീട് കാണാൻ നല്ല രസമുണ്ട് ഗൗരി, പണ്ടത്തെ തറവാട്. വീടിന്റെ റൂംസ് ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പുറത്ത് മാത്രം പണ്ടത്തെ തറവാടായി നിർത്തിക്കുക. കിച്ചു, നീ വന്നു മോനെ. ഞാൻ കിച്ചു അല്ല. കള്ളം പറയത് കിച്ചു, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ മോള് നിനക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നത്. ഞാൻ അവളെ നിന്നെ കയ്യിൽ ഏൽപ്പിക്കാം. നീ അവളെ പൊന്നു പോലെ നോക്കിയാൽ മതി. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് നീ ക്ഷമിക്കില്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് ഒരുപാട് സന്തോഷ നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന്. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. നോഹ ഒന്നും വിചാരിക്കില്ലടാ. അച്ഛന് ചെറിയ മെന്റൽ ഡിസോർഡർ ഉണ്ട്, അതിൻ്റെ പ്രോബ്ലം. ചിലപ്പോൾ അച്ഛനാന്ന് കരുതി ഗൗതം എന്ന് വിളിച്ച് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയും. ഇപ്പോൾ ചാരുവിൻ്റെ അടുത്ത് ഗൗരിയാന്ന് കരുതി എന്തൊക്കെ പറയും. അതുപോലെ കരുതിയാൽ മതി. അച്ഛൻ റൂമിൽ ചെന്നിരിക്കെ ഞാൻ ഗൗരീനെയും കിച്ചിനെയും കൂട്ടി അങ്ങോട്ട് വരാം. നീ അവരെയും കൂട്ടി വരണം. അവർ രണ്ടുപേരും ഒന്നിപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ കാര്യം. നിന്റെ അച്ഛൻ എപ്പോഴാടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്? ചാരുവിന് 4 വയസ്സുള്ളപ്പോഴാ അച്ഛനൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാ. സ്ഥിരകാലം പോലെ അല്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മോളെ ഗൗരി. ഗൗരിയോ? ഗൗരി അച്ഛൻ കൊന്നത് ഓർമ്മയില്ലേ? ഇല്ല, ഇതാ എൻ്റെ ഗൗരി. നിനക്ക് വേണ്ടി അവൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഈ കൈകൾ കൊണ്ടല്ലേ ഗൗരീനെയും കിച്ചുവിനെയും ദാരുണമായി കൊലപ്പെടുത്തിയത്? മറന്നു അതൊക്കെ? തെറ്റുപറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല. നിങ്ങളെ ഒന്നിപ്പിക്കും. നിങ്ങളെ ഒന്നിപ്പിക്കും. എൻ്റെ മോളെ, എൻ്റെ മോള്. ഗായു, എന്റെ ഗായു. ഗായു, എന്തിനു നീ എന്റെ മുന്നിൽ നാടകം കളിച്ച് എന്നെ അറിയാത്ത പോലെ ഭാവിച്ചത്? എന്റെ ഗായു ഇല്ല നീ, പറ. ഈ ലോകത്തിലെ എല്ലാ പെൺകുട്ടികളായിട്ടും നിനക്ക് മുൻജന്മ ബന്ധമുണ്ട്. അതിൽ ഏത് ജന്മത്തിലാ നീയും ഞാനായിട്ട് ബന്ധം? അപ്പൊ നീ എന്റെ അടുത്ത് പകരം വീട്ടിയതാണല്ലേ? എല്ലാം അറിഞ്ഞിട്ടും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച എന്റെ മുന്നില് എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അല്ലേ? നിന്റെ ജലസി അല്ലേ? അതെ. ഗായു എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നോടി. ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ രൂപവും നമുക്ക് നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നിന്നെ തേടി വരാം. നീ എവിടെയാണോ എന്താണോ എനിക്ക് വേണ്ടി നീ പുനർജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. എല്ലാവരുടെ മുന്നിലും ഒരു കോമാളിയായി പുനർജന്മ ബന്ധമൊക്കെ പറഞ്ഞു പോയത് നിനക്ക് വേണ്ടി, നിന്നെ തേടി കണ്ടുപിടിക്കാൻ. അങ്ങനെയൊക്കെ കണ്ടപ്പോ നിന്നുള്ള ദേഷ്യം കൊണ്ടാ ചെയ്തത്. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ, സോറി. സാരമില്ല, എന്റെ ഗായു എന്റെ സുന്ദരി പെണ്ണല്ലേ, എനിക്കൊരു വിരോധമില്ല. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കില്ല. മരണത്തിന് പോലും നമ്മളെ വില്ലായ്മ ചെയ്തവരുടെ മുന്നിൽ നമുക്ക് ജീവിച്ചു കാണിക്കണോടി. നമ്മുടെ പ്രണയം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന്. ഐ ലവ് യു. മക്കളെ ഒന്നിനും മടി വിചാരിക്കണ്ട, എല്ലാം എടുത്ത് കഴിക്കട്ടോ. എന്തെങ്കിലും ഇനി കഴിക്കാൻ വേണമെങ്കിൽ ചോദിക്കാനും മടിക്കണ്ട കേട്ടോ. അങ്കിൾ ആന്റി, ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു മേടിക്കും. ഒരു നാണോ മാനോ ഇല്ലാത്ത സാധനങ്ങളാ. അല്ല നോഹ എവിടെ? എന്റെ ഗായുനെ അകന്ന് നടക്കാതെ എന്റെ അടുത്തേക്ക് വാ. ദാ ഇങ്ങനെ ചേർന്ന് നടക്കാം നമുക്ക് രണ്ടുപേർക്കും. എടേ ഇവരെപ്പോഴാടാ സെറ്റായത്? അയ്യോ അയ്യോ, അങ്കിൾ ആന്റി എല്ലാവരും ഉണ്ടല്ലോടാ. ഇവന്റെ കഥ കഴിയുന്നു. അയ്യോ, അച്ഛന്റെ നോട്ടം ശരിയല്ലല്ലേ ഈ ചെറുക്കൻ. നോഹ, ഇത് എന്റെ വീടാണെന്ന് മറന്നോ? മോളിങ്ങോട്ട് വന്നേ. അച്ഛൻ വീട്. ആരാ നീ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ മോളായിട്ട് നിനക്കെന്താ ബന്ധം? ആവർത്തനമാണെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. എന്റെ മോളെ ഞാൻ ആർക്കു വേണ്ടി വിട്ടു തരില്ല.
നിന്റെ അച്ഛൻ എന്തൊക്കെയാടോ ഈ പറയുന്നേ? നിന്റെ അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്നെ മനസ്സിലാവുന്നില്ല, ഒന്നും ഉണ്ടായില്ലടാ. വിട്ടു തരില്ലെന്നോ? കൊണ്ടുപോവാൻ എനിക്കറിയാം. എന്താ, കൊല്ലോ നീ അവളെ? കൊല്ലൂടാ, എന്റെ മോളെയല്ല നിന്നെ. അവളെ ഞാൻ വേദനിപ്പിക്കില്ല. നിനക്ക് രണ്ടാമത് കിട്ടിയ ജീവിതല്ലേ, ജീവിച്ച് തീർത്തോടെ കിച്ചു. എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്? ആരെപ്പോഴും കിച്ചുവിനെ? അച്ഛാ, ഇതെന്റെ ഫ്രണ്ട് നോഹയാ. എന്തൊക്കെയാ പറയുന്നേ? അച്ഛന്റെ അസുഖം തുടങ്ങി അച്ഛന്. ഗൗതം, നിനക്ക് മതിയായില്ലേ? നോഹ എന്റെ അച്ഛനെ പേര് വിളിക്കില്ലടാ. മിണ്ട അറിയടോ. മൂത്തോട്ട് സംസാരിക്കുമ്പോ വരെ കയറുന്നോ? നീ എപ്പോഴാ മൂത്തത്? ഗൗതം, നീ വാശ പിടിക്കരുത്. ഇനി എനിക്ക് ഗായുടെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഇനി നീ എനിക്കെതിരെ തിരിയാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ എനിക്കൊരു മടിയുണ്ടാവില്ല. ഇവിടെ എന്താ നടക്കുന്ന? ആരെങ്കിലും ഒന്ന് പറയുമോ? ഞാൻ പറഞ്ഞെന്നാ പോരെ? നമ്മുടെ പച്ച മലയാളിയുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറി ഉണ്ടല്ലോ. അല്ല, അപ്പൊ ശരിക്കും ചാരു എന്റെ ആരാ? അമ്മായിയോ അത് അനിയത്തിയോ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ടായിട്ട് വരും. ഞാൻ വിട്ടു തരില്ല എന്റെ മോളേനെ. അവൾ എന്റെ മോളാ. ചേട്ടൻ എന്ന ബന്ധത്തെക്കാൾ അച്ഛനെന്ന ആത്മബന്ധമാണോ ഏറ്റവും കൂടുതൽ ഗൗതം? മോളെ ചാരു, ചാരനോടുള്ള അച്ഛൻ എന്നുള്ള സ്നേഹം നീ ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നീ എന്റെ ചേട്ടനായിരുന്നല്ലേ. ഞാൻ വേറൊന്നും ആഗ്രഹിച്ചില്ലല്ലോ. എന്റെ കിച്ചുവിന്റെ കൂടെയുള്ള ജീവിതമല്ലേ, സ്വത്തും പണമൊന്നുമല്ലല്ലോ. ഞങ്ങളെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിക്കാറുന്നല്ലേ. കഴിഞ്ഞതെല്ലാം പോട്ടെ, അതൊന്നും ആവർത്തിക്കല്ല. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കും. മോള് പോവല്ലേ, അച്ഛന്റെ മോളല്ലേ. കിച്ചു വേണ്ട നമുക്ക്. അച്ഛന്റെ കൂടെ നിൽക്ക്. അച്ഛന്റെ ചാരുമല്ലേ നീ. ഗായു, നീ ഇപ്പൊ എന്റെ കൂടെ വരണം. നിന്നെ കൊണ്ടുപോവാനാ ഞാൻ വന്നത്. വാ. ദോ. ദോ. ദാ എന്റെ മോളെ വിടോ. അവളെ തൊട്ട് പോകരുത്, കൊല്ലും ഞാൻ നിന്നെ. അച്ഛ അച്ഛ അവനൊന്നും ചെയ്യല്ല അച്ഛ. അച്ഛ അങ്കിൾ. അച്ഛനൊന്നും ചെയ്യല്ലേ. പ്ലീസ് അമ്മ, ഏട്ടാ ഒന്നും ചെയ്യില്ല ഏട്ടാ. ഏട്ടാ ഗൗതം വിടാണ്. എന്റെ മോൻ നോഹയുടെ മെത്ത് കുഞ്ഞി നിന്റെ ഒരു കൈവരല് കൊണ്ടോ വെട്ടിയെടുക്കും ഞാനത്. നിന്റെ മോനോ? അപ്പോ എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ? മോനെ, എന്റെ മോൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. അവളെ വെറുതെ വിട്ടേക്കടാ. പറ്റില്ല. ഞാൻ അച്ഛനോട് പല പ്രാവശ്യം ആവർത്തിക്കുന്നു, ഇത് അച്ഛന്റെ മോളല്ല, എന്റെ മോളാ. എന്റെ മോൾ എന്റെ ഇഷ്ടത്തിനാ ജീവിക്കുക. എന്റെ കൂടെ ജീവിക്കും. ഇവന് ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണടാ? അവൻ ജനിച്ചപ്പോഴറിയായിരുന്നു അതിന്റെ കിച്ചു വളർന്ന്. അവരുടെ സന്തോഷം എനിക്കിപ്പോ വലുത്. നീ നീ അതിന് തടസ്സം നിന്നോ? നിന്നെ തടയാനുള്ള ചങ്കൂറ്റം കരുത്തൊക്കെ കൃഷ്ടിക്കുണ്ടടാ. മോനെ, വിളിച്ചിറക്കിക്കൊണ്ട് പോടാ അവളെ. ആരും ഇവിടെ തടയില്ല നിന്നെ. നീ എന്റെ നോഹയാണോ കിച്ചോടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ചാരുനും എന്റെ നോക്കി ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നു. ആ വാക്ക് ഞാൻ പാലിക്കും. വിളിച്ചോണ്ട് പോവളേനെ. മോനെ ഗൗരി, നീയും അച്ഛൻ ആർക്കു വേണ്ടിയായി വാദിക്കുന്നേ? അച്ഛന് വേണ്ടി മാത്രം, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി, അച്ഛന്റെ അഹങ്കാരത്തിന് വേണ്ടി. എനിക്ക് വലുത് എന്റെ ചാരുവോ, അവളുടെ സന്തോഷം. എന്റെ പഴയ ഗൗതം അവിടെ, എന്റെ കൂടെ എന്തിനേതിന് നിന്നിരുന്ന എന്റെ ഗൗതം. ഗായുടെ നീ വേദനിപ്പിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അന്ന് ഇന്നും ഇവളുടെ കൈ പിടിച്ചിറങ്ങുമ്പോൾ നിന്റെ സമ്മതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊരിക്കലും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ തേടി വരാൻ നിൽക്കരുത് ഗൗതം. വന്നാ എന്റെ കൈ കൊണ്ട് എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ഗായു, അച്ഛനായിട്ട് പോവല്ലേ? എന്റെ മോള് പോകുന്നടാ. ഈ അമ്മ കല്യാണം കഴിഞ്ഞ പിന്നെ അവൾക്ക് പോകണ്ടേ? അറിയാതെ ഞാനില്ലേ ഇവിടെ? ആർക്ക് വേണല്ലോ നിന്നെ?